ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും NCK ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ നാളെ ഓണമല്ലേ, തിരുവോണമല്ലേ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി ഓണം. പിന്നെ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കുമായിരിക്കും. ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല. കാര്യം ചെറിയൊരു വിഷമകരമായിട്ടുണ്ട്. വൈഫിന് തീരെ സുഖമില്ലായിരുന്നു. അപ്പം ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. കൊണ്ടുപോയി അപ്പോൾ ബ്ലഡിനകത്ത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലെ നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാത്രി പനി കൂടി വിറയിലൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഇപ്പം പിന്നെ കുഴപ്പമില്ല. ഇന്നലെ പോയി ട്രിപ്പൊക്കെ ഇട്ട് ആള് ഉഷാറൊക്കെ ആയി. ട്രിപ്പ് ഇട്ടപ്പോൾ ഒന്ന് ഉഷാറായി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വന്ന് രാത്രിയിലൊക്കെ ആയപ്പോൾ പനി കൂടി. അപ്പം ഞാൻ രാത്രി കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഒക്കെ വേണ്ട, നാളെ മതിയെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ രാവിലെ ഞാൻ പിന്നെ ലീവാക്കി ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ബ്ലഡ് കുറവാണ്. ആ കുറവായതും പിന്നെ അതുപോലത്തതിന് ബ്ലഡിൽ ഇൻഫെക്ഷനുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഓണം നല്ലൊരു ഇതായിപ്പോയി. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ മുമ്പേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ. ഓക്ക് തീരെ വയ്യ. കണ്ടോ, മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ. കുഞ്ഞവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കാരണം. ഇനിയിപ്പോൾ വൈകിട്ടത്തെ ഫുഡൊന്നുമില്ല. അപ്പോൾ ചെറിയ കഞ്ഞി എന്തെങ്കിലും ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കഞ്ഞി എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിന് കഞ്ഞിയൊന്നും വെച്ചിട്ടില്ല, ഇനി വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തു. ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കഞ്ഞി വെക്കണം, അങ്ങനെ ചെറിയ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാനിപ്പോൾ അവർക്ക് പറഞ്ഞു നമുക്കെന്നൊരു കഞ്ഞിയൊക്കെ വെക്കുന്നതും പിന്നെ ചെറിയൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ ചമ്മന്തി ഇതിൽ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ നമ്മൾ ഇടുമല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ചമ്മന്തി കൊടുക്കുന്ന റെസിപ്പി നമ്മുടെ സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി, റെസിപ്പി എന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നു ചമ്മന്തി വെച്ചത്. വലിയ ഇതൊന്നും ഇല്ല, അത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഉള്ളതാണ്. അപ്പം ഞാനെന്തായാലും ഇപ്പോൾ കഞ്ഞി വെക്കുമ്പോൾ അതിൻ്റെ ചമ്മന്തിയും കൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം അതിൻ്റെ ഒരു ഉണ്ടാക്കുന്നതോടെ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും ആ സബ്സ്ക്രൈബർ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. പിന്നെന്താ, എല്ലാവരും ഇപ്പോൾ ഓണമൊക്കെ ഇവിടെ ആയി. നാളെയല്ലോ, എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ. ഞങ്ങൾക്ക് ഓണത്തിനൊന്ന് പുറത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാനൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനിടയ്ക്ക് പനി വന്നിട്ട് മനുഷ്യരുടെ കാര്യം എപ്പോഴാണ് എന്തോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ആക്കി. അങ്ങനെ സദ്യയൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന. പാല് വരെ മേടിച്ച് പിടിച്ച് വെച്ചേക്കുന്നത് ഒന്നും നടന്നില്ല. ഇപ്പം ഇനിയിപ്പോൾ കഞ്ഞി ഉണ്ടാക്കട്ടെ. ഒക്കെ തീരെ വയ്യ. ഇനി ഗുളിക ഇപ്പം കഴിച്ചപ്പം 4 നേരം കഴിക്കാനുള്ള ഗുളികയുണ്ട്. 3 നേരം കഴിക്കണ്ട. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പനി കൂടുതലാണ് 4 നേരം കഴിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്നലെ ഞങ്ങൾ പോയി ട്രിപ്പ് ഇട്ടപ്പോൾ ആ ട്രിപ്പ് ഇട്ടതിൻ്റെ ഒരു കുറവ് അന്നേരം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും രാത്രിയിലായപ്പോൾ കൂടി. ആ ട്രിപ്പിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴേ. അപ്പോൾ ഡോക്ടർ മരുന്ന് എഴുതിയിട്ടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് രാവിലെ വരത്തുള്ളായിരുന്നു. അപ്പോൾ ആ റിസൾട്ട് കണ്ടിട്ട് വേണം മരുന്ന് എഴുതണം. അപ്പോൾ അത് പറഞ്ഞിട്ട് മരുന്ന് എഴുതി തന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ട്രിപ്പ് ഇട്ടതിൻ്റെ ആ സെഡേഷൻ അത് കഴിഞ്ഞപ്പോൾ പനി പിന്നെയും പേര് കൂടുതലായി. രാത്രി പോകുന്നപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് പിന്നെ രാവിലെ ഇന്നലെ ഞങ്ങളാരും ഉറങ്ങിയില്ല. അതിൻ്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ട്. എന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ എന്തായാലും പോയിട്ട് ഞങ്ങൾ മുമ്പേ വന്നത്. അന്നേരം ഈ ട്രിപ്പ് ഇട്ട് പിന്നെ ആ റിസൾട്ട് വന്നില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം കണ്ടപ്പം കുഴപ്പമില്ല, ബ്ലഡിനകത്ത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ബ്ലഡ് കുറവ്. പിന്നെ അതിനുള്ള മരുന്ന് കഴിഞ്ഞ് 4 നേരം കഴിക്കണം. എന്തായാലും ഞാൻ പറഞ്ഞു ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും റെസ്റ്റ് എടുക്കുന്ന പോലും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്തെങ്കിലും ഇപ്പോൾ കഞ്ഞിയൊക്കെ വെക്കുന്ന നമുക്ക് ചെറുതായിട്ടൊന്ന് കാണിക്കാം. അതിൻ്റെ കൂടെ ആ ചമ്മന്തിയുടെ വീഡിയോ കൂടെ കാണിക്കാം. എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനകത്താണ് കഞ്ഞി വെക്കാൻ പോകുന്നത്. ഇത് മറ്റേ 2 ലിറ്ററിൻ്റെ കുക്കറല്ലേ. അപ്പോൾ അരിയൊക്കെ എടുത്ത് വെച്ചേക്കുമോ. പിന്നെ ഇത് ചെറുപയർ, ഇത് ശൈവമോൾ ഇതിനു വേണ്ടി പരിപ്പ് ഓണം പ്രമാണിച്ച് പരിപ്പ് കറി ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിട്ട് മേടിച്ചതാണ്.
അതിപ്പോൾ പരിപ്പ് കറി ഒന്നും നടക്കില്ല, അത് നമുക്ക് ഇന്ന് കഞ്ഞിക്കതെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അരി ഇതിനകത്തോട്ട് ഇടാം. ഇത് ഒരു നാഴി ഇല്ല കേട്ടോ, മുക്കാലൊക്കെ ഉള്ളൂ. ഇനി നമുക്കിത് മറ്റേ പയറുണ്ടല്ലോ അതുകൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കത് നന്നായിട്ട് കഴുകുക കേട്ടോ. മറ്റേ ഇതിലെ കുത്തരി ആയണ്ടേ അഴുക്കുവാണ് നന്നായിട്ട്. അപ്പോൾ നല്ലോണം തിരുമ്മി കഴുകണം. അത് നല്ല അതിൻ്റെ എന്താ ഒരു റെഡിഷ് ഒരു കളർ കണ്ടോ, അതിൻ്റെ ആ കളറും അഴുക്കും ഒക്കെ. അപ്പം ഒരു 3 വട്ടമൊക്കെ എല്ലാവരും പറയുന്നത് അരി കഴുകണം എന്നൊക്കെ പറയുന്നത്. ഞാൻ 3 ഞാനൊരു 5-6 വട്ടമൊക്കെ കഴുകും. സദ്യ ഞാൻ പറഞ്ഞു മറ്റേ ഇത് ഉപ്പായാണെങ്കിലേ മറ്റന്നാൾ വരുന്നുണ്ട്. അപ്പം നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം മറ്റന്നാൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മറ്റന്നാൾ വരുന്നുണ്ട്. അപ്പോൾ സദ്യ അന്നേരം വെക്കാമെന്ന് അതിന് 30 ഉള്ളതുകൊണ്ട് നമുക്ക് അന്നേരം വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നാളെ ആയിരിക്കും ഓണസദ്യ വെക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി മാറ്റി പിടിച്ച് ഞങ്ങൾ ഇവിടുത്തെ ഓണസദ്യ മറ്റന്നാളത്തേക്ക് മാറ്റി. അപ്പോൾ ഇത് അത്താഴം വരുന്നുണ്ടല്ലോ, അതല്ല നാളെ ഓക്ക് എന്തെങ്കിലും റെസ്റ്റ് എടുക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി കഴുകി വൃത്തിയാക്കി ഇത് നമ്മൾക്ക് ഇനി അടുപ്പത്ത് കയറ്റാം കേട്ടോ. ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം കപ്പെടുക്കട്ടെ, കപ്പ് ഒഴിക്കുന്നു. വെള്ളമൊക്കെ നമ്മൾ ഇതിനടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം വെള്ളം ഒരു കപ്പ് വെള്ളമൊക്കെ മതിയാവും അല്ലേ? എന്തായാലും ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഒഴിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ? ഒരു കപ്പ് മതി. ചെറിയ കുക്കറായണ്ട് ഒരുപാട് വെള്ളം എൻ്റെ ആവശ്യമില്ല, ഇത്ര മതി. ഇനി നമുക്കിനകത്തിട്ട് ഉപ്പ് പ്രധാനമായിട്ട് ആഡ് ചെയ്യേണ്ട സാധനം. ഇത് ചിലപ്പോൾ നമ്മൾ ഈ മുട്ട വറുത്താലും ഇവിടെ വേറെ ഞാൻ മുട്ടയൊക്കെ വറുക്കുമ്പോഴൊക്കെ ഞാൻ ഉപ്പിടാൻ മറന്നു. അപ്പോൾ ഈ കഞ്ഞിക്കും അങ്ങനെ മുട്ടയെന്നല്ല അവൻ മിക്കവാറും എന്തിനാ ഞാൻ ഫുഡൊക്കെ ഉപ്പിടാൻ മറന്നു. അപ്പോൾ ആദ്യം ഇത് ഉപ്പം ഇട്ടേക്കാം. ഒരു സ്പൂൺ എന്തായാലും ഉപ്പ് ഇട്ടിട്ടുണ്ട്, ചെറിയ ഇട്ടേക്കാം. അപ്പോൾ ഇനി അതിനി അടച്ചു വെച്ചിട്ട് കത്തിച്ച് ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് ഗ്യാസ് അടി ഓഫാണ്. വാവോ. അപ്പം അങ്ങനെ അത് കത്തിച്ച് അപ്പം അങ്ങനെ നമ്മൾ കുക്കർ മറ്റേ ഇട്ടിട്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ടേ നമ്മൾ അടുപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി അത് വിസിൽ വരുന്ന ഒരു 8-9 വിസിലൊക്കെ അടിക്കേണ്ടി വരും. കാരണം ഈ കുത്തിരിയാണ് നല്ല വേവുണ്ടെന്നു. അപ്പോൾ അതെന്തായാലും അത് അടിക്കട്ടെ. നമുക്ക് ഇതിനുള്ള ചമ്മന്തി കൂടെ തയ്യാറാക്കാം. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞപ്പം ചമ്മന്തി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ചെയ്യാം. ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ തേങ്ങ. കാര്യം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് ചമ്മന്തി അങ്ങനെ കഴിക്കില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, കുക്കർ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. പുളി, പിന്നെ ഇഞ്ചി, പിന്നെ ഒരു 4 കഷ്ണം കൊച്ചുള്ളി, പിന്നെ പിരിയമുളക് അതൊരു 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി കത്തിക്കാം. ഇപ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചക്കര എണ്ണ വെച്ച് കൊടുക്കാം. ഒരു സ്പൂണിനൊക്കെ മതിയാവും. ഓക്കെ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ആദ്യം ഈ മുളക് അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുളകൊന്ന് ഇതായി ഇടണ്ടേ. അങ്ങനെ ഇടട്ടെ. ഞാൻ ഇതിനകത്ത് ഒരു 1/2 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഒരു സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്ക് ഈ ചുമയുള്ളതുകൊണ്ടേ എണ്ണ ഇച്ചിരി കുറച്ചതാണ്. എന്നാലും ഒത്തിരി ഒന്നും നിങ്ങൾ ഇടണ്ട, 1 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനേക്ക് ആ കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇത് അരിയൊന്നും വേണ്ട, ഇത് നമ്മൾ ലാസ്റ്റ് മിക്സിക്കകത്തിട്ട് കറക്കി എടുക്കാനുള്ളതല്ലേ. അതൊന്ന് വഴണ്ടി വരട്ടെ. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി സ്വല്പം മുളക് പൊടി ഇടാം കേട്ടോ.
ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഓക്കെ. ഇതിനകത്ത് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഈ നാടൻ കറിവേപ്പില അല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് ഇടാത്തത്. നാടനുണ്ടെന്ന് നല്ലതായിരിക്കും. പിന്നെ ഇതൊന്നും മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ആ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ആഡ് ചെയ്യുക. ഒന്ന് ഇതായിക്കോട്ടെ. തീ ഇച്ചിരി കുറച്ചിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാര്യം ഇത് അടിക്ക് പിടിക്കാനേ. ഒരു മുളക് ചാടിപ്പോയി, അതിന് നമുക്ക് കഴുകിടാം. അപ്പോൾ അത് മുളക് പൊടി ചെറുതായിട്ട് കരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ആ പച്ചമണം മറന്ന് ഇതാക്കി കൊടുത്താൽ കേട്ടോ. അപ്പോൾ തന്നെ ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതായിപ്പോകും. ആ തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. ഈ പുളി ഉണ്ടല്ലോ, പുളി ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് ഉപ്പിടാൻ മറന്നു എന്ന് പറഞ്ഞില്ല. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ഞാൻ എന്തോ ഓർത്തപ്പോഴാണ്. ഇതിനകത്ത് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ആ മുളകിൻ്റെ പൊടി എല്ലാം കൂടെ ഇതിനകത്തൊന്ന് മിക്സായി ഇന്നലെ വരെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒത്തിരി ഇട്ടതൊന്ന് ചൂടാക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ശരിക്കും നമ്മൾ ആ തേങ്ങ ഇട്ടിട്ട് ശരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇന്ന് ചൂടാരൊക്കെ കഴിയുമ്പോൾ മിക്സിയിലിട്ട് 2 കറക്കിയ ചമ്മന്തി റെഡി. അപ്പം ഞാൻ ഈ കുക്കർ അങ്ങ് ഓഫ് ചെയ്തിട്ടായിരുന്നേ. നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ വിസിലടിക്കുന്ന സൗണ്ട് കാരണം നമുക്കത് വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു അരോചകം പോലെ തോന്നിയിട്ട് ഞാനതൊന്ന് ഓഫ് ചെയ്തിട്ട്. ഇപ്പം എന്തായാലും അതിന് നമ്മളിതിന് തണുക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. അതിന് കഴിയുമ്പോൾ ഞാൻ പോലെ മിക്സി കത്തിട്ട് കറക്കിയെടുക്കാം. ഇത് പിന്നെ ഞാൻ വീണ്ടും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 3-4 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 വിസിലോടെ അടിക്കട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഈ അരിക്ക് ഇച്ചിരി വേവ് കൂടുതലാണ് നമ്മൾ പറഞ്ഞേ. അതുകൊണ്ട് ഒരു 10 വിസിലെങ്കിലും അടിപ്പിക്കണം. എന്തായാലും നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി നമുക്കിനിയും ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അത് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് കൈ വെള്ളിപ്പ്. ചെറിയൊരു പാത്രത്തെ ചൂടുണ്ട്. ഞാനത് പിടിച്ചപ്പോൾ എൻ്റെ കൈ വെള്ളിപ്പ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതിനകത്ത് തട്ടിക്കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഞെടുപ്പ് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഞെടുപ്പ് നമുക്ക് ഞാനിത് അരയ്ക്കാൻ നമ്മൾ എടുക്കുമ്പോൾ മാറ്റിയതല്ല, അതിന് മുന്നേ നിങ്ങൾ മാറ്റിക്കോ. ഞാൻ എന്തായാലും ഞെടുപ്പ് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്കിത് അരച്ചിട്ട് വരാം കേട്ടോ. അതിന് മുളകിൽ ഞെടുപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അതിപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ഇതിൽ മാറ്റിയിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ടാക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി അരച്ചിട്ട് അത് ഒരു മറ്റേ ഉരുള പോലെ ആക്കിയിട്ടേ ഒരു ചെറിയൊരു ബൗളിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി കഞ്ഞി നമുക്കിനി നോക്കട്ടെ എന്തുവായെന്ന്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ വിസിൽ ഞാൻ ഇടയ്ക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് നോക്കിയായിരുന്നേ. ഇപ്പോൾ ഇത് സംഭവം വെന്തിട്ടില്ല. കുറച്ചുകൂടെ വേവാണ്ട്. അപ്പോൾ ഓള് പറഞ്ഞായിരുന്നു ഇത് വേവിച്ചിരി ഇതുണ്ടെന്നേ. പിന്നെ ഇതിപ്പോൾ എത്ര നേരം എടുക്കുമെന്നും അറിയില്ല. ഇപ്പം എന്തായാലും കുറച്ചുകൂടെ വിസിൽ അടിക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഒന്നുകൂടെ അടച്ചു വെച്ചേ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. കഞ്ഞിയൊക്കെ പിന്നെ ഇച്ചിരി വേവ് കൂടുതലായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചമ്മന്തി ഒഴിപ്പുണ്ട് കേട്ടോ. ഞാനിട്ട് നേരത്തെ കയറി ഇരിക്കുന്ന കഴിക്കാൻ. ഇനി നമുക്ക് ഓളെ വിളിക്കാം കേട്ടോ. ഷെഹൻ മോളെ ഉറക്കോ? വയ്യ, നമുക്ക് കഴിക്കാം. നമ്മൾ എഴുന്നേറ്റ് ഹായ് എടുത്തേ. വയ്യ, തീരെ വയ്യ കേട്ടോ. പനി അടിച്ചിട്ടേ ആള് നല്ല ടയർഡായിരുന്നു അല്ലേ? ഫുഡൊന്നും കഴിക്കാത്തോണ്ട്. നമുക്ക് കഞ്ഞി കാണിക്കാം. വീഡിയോ മൊബൈൽ സെറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരുന്ന കേട്ടോ. കഞ്ഞിയൊക്കെ നമ്മളെ കഞ്ഞിയെല്ലാം വിളപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ വിളപ്പാന്ന് പറഞ്ഞാൽ എടുക്കാൻ നടക്കും ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരാളിങ്ങനെ കഞ്ഞി കുടിക്കുന്നുണ്ടോ?
എടുത്തേ. ചമ്മന്തി കൊണ്ടെടുത്തേ. ഈ ചമ്മന്തി, ആ തേങ്ങാ ചമ്മന്തി. ആ ഇങ്ങനെ അതൊരു മിക്സ് ചെയ്തിട്ട് പിടിയാൻ വേണ്ടി പിടിക്കണം. സൂമാവ്. ആ പിന്നെ നമുക്കിതുണ്ട് കേട്ടോ, മാങ്ങാച്ചാറുണ്ട്. മാങ്ങാച്ചാറ് കാണിച്ചു, ഗ്രേവി ഒഴുകി വരുന്നുണ്ടോ. അടിപൊളി. ആ ചമ്മന്തി പിന്നെ ഈ കുത്തരിയുടെ കഞ്ഞിയാണ്ട് നല്ല കൊഴു, നല്ല എന്തോ നല്ല കൊഴുത്തിരിക്കും. അടിപൊളി. പപ്പടം കൂടെ ഉണ്ടെങ്കിലല്ല പിന്നെ രാത്രി പപ്പടം കഴിച്ച് കഴിഞ്ഞാൽ ദാഹമായി, ഭയങ്കര പനവേശമായി പപ്പടം കഴിച്ചത്. എങ്ങനെയുണ്ട് കുഞ്ഞാ? ഇച്ചിരിയുടെ കഞ്ഞി കഴിക്കാനൊക്കെ ആയി കേട്ടോ. മോൻ ആദ്യമൊക്കെ തന്നെ കഴിക്കൂല കേട്ടോ, നമ്മൾ കോരി കൊടുക്കണം, നമ്മൾ എടുത്തു കൊടുക്കണം. അപ്പോൾ പിന്നെ LKG പോയി ആൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ആളിപ്പം തന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുണ്ടല്ലോ, ആ ചമ്മന്തി അല്ല, കിട്ട് ചമ്മന്തി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ചമ്മന്തി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനില്ല, നല്ല ചമ്മന്തി. എന്നാൽ ഞങ്ങളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒത്തിരി എത്ര മിനിറ്റ് ആയെന്ന് ഇല്ലേ, ഒത്തിരി ലെങ്ത് വീഡിയോ കൂടുതലായപ്പോഴെന്നും അറിയില്ല, ഈ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം. എന്നാലും മാക്സിമം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിടുന്ന ഷോർട്ട് വീഡിയോയ്ക്കും ഒക്കെ നല്ല സപ്പോർട്ടുണ്ട്. എന്നാലും ഒത്തിരി പേര് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ എല്ലാവരും നാളെ ഓണമല്ല, അപ്പോൾ എല്ലാവരും നല്ലോണം ഓണം ആഘോഷിക്കും. ഞങ്ങൾ പറയാം നമുക്ക് അങ്ങനെ ഓണം നാളെ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ വക, ഞങ്ങളുടെ 3 പേരുടെ വക ഹാപ്പി ഓണം.